കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് ബിയിൽ വരുന്ന 20ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൂര്യ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, പേബിൾ ₹3 ഓൺ അപ്ലിക്കേഷൻ, ₹2 on allotment, and ₹3 on first call, and ₹2 on final call. The company duly receives the amount due on allotment. One shareholder holding 6,000 shares paid the final call money along with the first call, while another shareholder holding 10,000 shares did not pay the first call money. The company did not make the final call. Pass journal entries. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ്, കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 2 lakh ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് 3 on അപ്ലിക്കേഷൻ, 2 on അലോട്ട്മെൻറ്റ്, 3 on ഫസ്റ്റ് കോള്, 2 on ഫൈനൽ കോൾ. 6,000 ഷെയർസ് എന്ത് ചെയ്യുന്നു? ഫൈനൽ കോളിൻ്റെത് ഫസ്റ്റ് കോളിൻ്റെ കൂടെ കിട്ടുന്നു. അതേപോലെ ഫസ്റ്റ് കോളിൻ്റെ ഒരു 10,000 ഷെയർസിന് കിട്ടുന്നില്ല. അതായത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. 6,000 എന്ന് പറയുന്നത് എന്താണ്? കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ് വരുന്നത്? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതാണ്. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി കൊടുക്കുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഇവിടെ എമൗണ്ട് എത്ര വരും? എമൗണ്ട് വരുന്നത് ഇവിടെ 2 lakh ആണ് ഷെയർസ് വരുന്നത്. 3 on അപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എമൗണ്ട് എങ്ങനെ വരും? 3 into 2 lakh എന്ന് വരും. ഓക്കെ, 3 into 2 lakh. ഓക്കെ, 3 into 2 lakh നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 lakh എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എമൗണ്ട് എത്രയാണ്? 6 lakh ആണ്. ഇപ്പോൾ നരേഷൻ എന്ത് കൊടുക്കുക? ബീങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് പറയുന്ന നരേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നാമത്തെ ജേണൽ എൻട്രി അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. ഇനി ഈ ഒരു അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത്. അതായത് എങ്ങനെ വരും? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. എത്രയാണ്? 2 ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. എമൗണ്ട് എത്രയാണ്? 6 lakh തന്നെ വരും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 2 ജേണൽ എൻട്രി അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബീങ് ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി കഴിഞ്ഞു. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ എൻട്രി വരുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. അതായത് ബീങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ഇവിടെ വരുന്നത് എമൗണ്ട് വരുന്നത് എത്രയാണ്? ഇവിടെ നമ്മുടെ അലോട്ട്മെൻറ്റിൽ എമൗണ്ട് പറയുന്നത് 2 on അലോട്ട്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ എമൗണ്ട് എങ്ങനെ വരും? 2 into 2 lakh എന്ന് വരും. ഓക്കെ, 2 into 2 lakh. 2 into 2 lakh കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 lakh എന്ന് കിട്ടും. ഇപ്പോൾ 4 lakh ആണ് എന്ത് ഇവിടെ എമൗണ്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് അടുത്ത് വരുന്നത്. എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. എമൗണ്ട് എത്ര തന്നെ? 4 lakh തന്നെ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും എൻട്രി വരുന്നത്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു, അത് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് കോളാണ്. ആദ്യം ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രി വരും. എന്താണ് വരുന്നത്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ഫസ്റ്റ് കോളിൻ്റെ കൂടെ എത്രയാണ്? 3 on ഫസ്റ്റ് കോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 into 2 lakh നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് 6 lakh എന്ന് കിട്ടും. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുന്നു. ദെൻ അത് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ഇവിടെ വരേണ്ടത്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് വരും. അതേപോലെ തന്നെ ഫസ്റ്റ് കോളിൻ്റെ കൂടെ ഒരു ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് 2 calls in advance എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാണ്?
ഇവിടെ പറയുന്നത് 6000 ആണ് കോൾസ് ഇൻ അഡ്വാൻസ് പറയുന്നത്. 6000 ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഫൈനൽ കോൾ മണി വരുന്നത് എത്രയാണ്? 2 ഓൺ ഫൈനൽ കോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 ഓൺ ഫൈനൽ കോൾ ആണ്. ഇവിടെ 6000 ഇൻറ്റു 2 എന്ന് വരും, അതായത് 12,000 ആണ് കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നത്. ഇനി 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നതിൽ വരുന്നത് എത്രയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് 6 lakh ആണ്, പക്ഷെങ്കിൽ അതിൽ ഒരു കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്. കോൾസ് ഇൻ അരിയർ, ഓക്കെ, കോൾസ് ഇൻ അരിയർ വരുന്നത് എത്രയാണ്? 30,000 ആണ് വരുന്നത് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് 30,000 വരുന്നത്. അലോട്ട്മെൻറ്റ് മണി വരുന്നത് 3 ആണ്. ഒരു 10,000 ആണ് ഡിഡ് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. സോറി, ഫസ്റ്റ് കോൾ മണി വരുന്നത് 3 ആണ്. 3 ഇൻറ്റു 10,000 എന്ത് വരും? 30,000 എന്ന് വരും. ഈ 30,000 6 lakhൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് 5,70,000 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 5,82,000 എന്ന് വരും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത്. അതായത് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു, അത് റിസീവ് ചെയ്യുന്ന എൻട്രി. അവിടെ കോൾസ് ഇൻ അഡ്വാൻസും ഉണ്ട്, അതേപോലെ കോൾസ് ഇൻ അരിയറും വരുന്നുണ്ട്. ഇനി കോൾസ് ഇൻ അരിയറിൻ്റെ സെപ്പറേറ്റ് എൻട്രി നമ്മൾ വേറെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ എന്ന് വരും. ഫസ്റ്റ് കോൾ മണിയാണ് എന്ത് ചെയ്യുന്നത്? കിട്ടാതിരിക്കുന്നത്. അപ്പോൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോള്, അതായത് ഇവിടെ വരുന്നത് 10,000 ഇൻറ്റു 3 ആണ്. അതാണ് എന്ത് വരുന്നത്? 30,000 വരുന്നത്. 10,000 ഇൻറ്റു 3. ഓക്കെ, 10,000 ഇൻറ്റു 3 ആണ് ഇവിടെ 30,000 വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്